നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്തിട്ട് അങ്ങനെ കിടക്കണ ഒരു ചളിയും കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇതാ പണിസ്ഥലം വരെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാ വയോട്ടാ. അപ്പോൾ ഇതാ നമ്മുടെ പൂക്കൾ ഇട്ട് കഴിഞ്ഞുട്ടാ. ഇന്ന് അധികം ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, ഒക്കെ ഇങ്ങനെ റൗണ്ടിൽ അങ്ങനെ ഇട്ട് പോകും. ഇനിയിപ്പോ ചക്കരിശ്ശേരി വയ്ക്കണം. ഈ സമയത്ത് ചക്ക കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യല്ലേ. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ചക്ക നമ്മുടെ വീട്ടിൽ ചക്കയും കഴിഞ്ഞു. കഴിഞ്ഞ വീട്ടിലാണെങ്കിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മിത ചക്ക കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ചക്ക. അധികം വലുതായിട്ടില്ല, ഒപ്പേരി ഭാഗം ആയിട്ടില്ല. ഇതിപ്പോ വീട്ടിൽ നിന്ന് എനിക്ക് ഉള്ളതാ. വീട്ടിലത്തെ പ്ലാവിന് എപ്പോഴും ചക്ക ഉണ്ടാവണം. അപ്പോഴത്തെ ഒരു പ്ലാവാണ്. അപ്പൊ ഒരു എരിശ്ശേരിയൊക്കെ വെച്ചിട്ട് ഇത് വെട്ടട്ടെ. കണ്ടോ ചക്ക നല്ല ഭയങ്കര കാലം കുറഞ്ഞ ചോളയാണ്. അത് കാരണം നമുക്ക് ചക്ക പറിക്കാനും കുറേ സമയം വേണം. പക്ഷെ വറക്കാനാണെങ്കിലോ നല്ല ചക്കയാണ്. പഴിക്കണമെന്ന് മാത്രം. കാരണം ഇത്രയും കുഞ്ഞെ കനം കുറഞ്ഞ ചൊളയെ കാരണേ നമ്മൾ സാധാരണ ചക്ക പറിക്കണ പോലെയല്ല. ഈ ചക്ക പറിക്കുമ്പോ എന്താ പറയാ, മറ്റേതൊരു ചുള പറിക്കണോടത്ത് ഇത് 4 ചുള പറിക്കണ്ട പോലെയാ. ഇത്രയും കനം കുറവിലായിട്ടേ ചുളകളിരിക്കാം. അപ്പൊ നമുക്ക് ചക്കരിശ്ശേരി വയ്ക്കാം. എന്താ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. പിന്നെ ഇതാ നമുക്ക് ചക്കയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്കയുടെ ഒപ്പത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം അതായത് ചക്ക ഇട്ടിട്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ കണ്ടോ, അതെ ഒപ്പത്തിന് നിൽക്കണം കേട്ടോ. അപ്പം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചക്ക വെക്കാനായിട്ട് കിട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. നമുക്കിതാ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ചക്ക വെന്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇതാ നാളികേരം, ജീരകം, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ഇതാ ഇതേപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നങ്ങോട്ട് തിളച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചക്കരിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉള്ളൂ കേട്ടോ. താളിക്കുന്നത് പിന്നെ സാധാരണ പോലെ ഇതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, 2 വറ്റമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതാ 1 പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരില്ലേ, അത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കണ്ടു ഇതേപോലെ ഇതാ ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ വരുന്നൊരു ടൈമിലാണ് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ചക്ക വറുത്തെരിശ്ശേരി ആയിട്ടാ. ഇനിയിപ്പോൾ ഇത്തിരി കൂടി ചാറ് വേണം എന്നൊക്കെ ഒന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ചൂടുവെള്ളം എന്താ പറയുക നമ്മൾ ഇറക്കുമ്പോൾ തന്നെ ആ ഒരു അളവിൽ ഇറക്കിയാൽ മതി. ഇതിപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു കുഴമ്പ രൂപത്തിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ചക്കരിശ്ശേരി റെഡി. നല്ല മണക്ക് വന്നു തുടങ്ങി. അപ്പോൾ ചക്കരിശ്ശേരി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഉച്ചയിലത്തെ ഒരു കറിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓണക്കല്ല, അതിൻ്റെ ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് ഉച്ചയാവും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാം നമുക്ക്.
അത്തത്തിന് മുന്നായിട്ട് നമ്മൾ ഒന്നൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാറാല എന്ന് പറയുന്ന സാധനം എന്തൊരു വേഗം എന്താ പറയുക പിടിക്കാമെന്ന് പറയാൻ പറ്റാത്ത പോലെ. നമ്മൾ ഇന്നൊന്ന് മാറാല അടിച്ച് അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും കാണാം അപ്പോഴേക്കും മാറാല വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ തിരുവോണയ്ക്കല്ലേ വരണേ, അപ്പോൾ ഒന്നും കൂടി ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമുക്ക് മാറാല അടിക്കാൻ അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. മാറാലയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലായിടത്തും ഒന്ന് തുണിയൊക്കെ നന്നായിട്ട് നനച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക വേണ്ട കേട്ടോ. കാരണം നമ്മളെങ്ങനെ പോയി 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഒരു ക്ലീനിങ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറൊന്നുമില്ല. ഒരു തുണി തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ജനല ആ ഒരു തുണി കൊണ്ട് തന്നെ തുടച്ചാൽ മതിയാവും. കാരണം അത്ര അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞാനേ നമ്മുടെ എന്താ പറയുക ഓൺലൈനിൽ ഒരു സാധനം ബുക്ക് ചെയ്താട്ടാ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ഫാനൊക്കെ തുടയ്ക്കാനായിട്ട് ഫാനൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ സ്റ്റാൻഡുമൊക്കെ തുണി കൊണ്ടൊക്കെ തുടയ്ക്കാറ്. അങ്ങനെ തുടയ്ക്കണം. അല്ലാതെ തന്നെ നമുക്ക് വെറുതെ ഒന്ന് പെട്ടെന്നൊക്കെ ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കളയാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് നല്ല ഭംഗി എന്താ പറയുക സൗകര്യം തോന്നി. ഇതേപോലെ നീട്ടാട്ടാ. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഇതാ 2 തരത്തിലുള്ളത് മാറാല അടിക്കാവുന്നതുണ്ട്. പിന്നെ നമ്മൾ ജനലൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ തുടക്കില്ലേ, അതേപോലെ ഒരു സംഭവം കൂടി ഒരു തുണിയുടെ പോലെ നല്ലൊരു മെറ്റീരിയൽ അത്. അപ്പോൾ അതിലിങ്ങനെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇതേപോലെയൊക്കെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാനിത് കൊണ്ടുവന്ന റേറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിക്കാട്ടോ. നന്നായിട്ട് നീണ്ട് പോട്ട്. അതെ ഇത്രയും നീളം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ നോക്കട്ടെ. എന്നോട് പലരും അതുപോലെ ഡ്രസ്സൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാ മേടിക്കണേന്നൊക്കെ. എല്ലാം ഓൺലൈൻ വഴിയായിട്ട് ഞാൻ മേടിക്കുന്ന എൻ്റെ ഡ്രസ്സുകൾ കൂടുതലും അപൂർവമുള്ള ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കുകയും ചെയ്യാം. വീട്ടിലൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ തയ്പ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവം നല്ലതാട്ടോ. അതെ എനിക്ക് അതിന്റെ വീഡിയോ കാണിക്കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടം തോന്നി. കണ്ടോ നല്ല ബലമൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചുരുക്കാം. ഇതൊരു നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം കിടുവാട്ടാ. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ കമ്പിക്ക് അധികം ബലമൊന്നുമില്ല. അതെല്ലാം സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഫാനിലേക്ക് മോൾ വശമൊക്കെ തുടയ്ക്കാനായിട്ട് പിന്നെ അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഫാനിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ പൊടി വരും. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പണ്ടുണ്ടെങ്കിൽ ഫാൻ ഒരു 2 ആഴ്ച കൂടുമ്പോഴാണ് എന്താ പറയാ വെള്ളത്തിലൊക്കെ തുണി മുക്കി നന്നായി പിഴിഞ്ഞ് തുടയ്ക്കാറ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ തട്ടിപ്പോവല്ലോ. അപ്പൊ അതേപോലെ ഇതാ സുഖം കേട്ടാ എല്ലാവരുടെ തന്നെ തുടയ്ക്കാനായിട്ട് നല്ല സൗകര്യം തോന്നി. അതേപോലെ തന്നെ ട്യൂബ് ലൈറ്റിന്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ പൊടി തട്ടി തുടയ്ക്കുക. പറഞ്ഞപോലെ തന്നെ നല്ല സൗകര്യമുള്ള സംഭവമായിട്ടത്. അപ്പൊ നല്ലതാ. ആവശ്യമായി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാലോ. എന്തായാലും ഈ ഒരു ഓണത്തിന് ഇതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇതെന്തായാലും എനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നി. എന്തായാലും ആളൊരു അടിപൊളിയായിട്ടോ, നല്ല ഉപകാരമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഇന്നത്തെ ഊണിന് ഒരു പ്രത്യേകത ചക്ക. ഇപ്പോഴത്തെ സമയത്തൊക്കെ ചക്ക കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു അത്ഭുതം തന്നെയാ ശരിക്കും. ഞാൻ പെട്ടെന്ന് വെച്ച് പോയി വേഗമായാല് ഷായട്ട കഴിക്കായിരുന്നു നോക്കിയില്ല. ഇപ്പൊ ഇന്ന് ഈ ചക്കുള്ള കാരണം ചിക്കൻ കറിയൊന്നും ആവശ്യമില്ല. കറിയുണ്ട് പക്ഷേ കരിയില്ല. ഞാൻ എടുത്ത് വെച്ചതാ.
ഞങ്ങക്ക് ഇപ്പൊ തന്നെയാണെങ്കിൽ ചക്കരിശ്ശേരി മാത്രം മതി. പക്ഷെ മോനൊക്കെ ഉള്ള കാരണേ അവർക്ക് നോൺ വെജ് നിർബന്ധമാണ്. അപ്പൊ അത് കാരണം ചിക്കൻ കറി ഇന്നലെ വെച്ചതാട്ടാ. പപ്പടും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എരിശ്ശേരിയിൽ. ഞാനിതാ നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ വഴിക്ക് വേഗത പറമ്പിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അത് കൊള്ളി പറിക്കാനാണ്. അപ്പോൾ നമ്മുടെ 2 സ്റ്റാഫിന് കൊള്ളി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ ആ നീളത്തിൽ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ്. ചില്ലകൾ ആദ്യം വെട്ടിയെടുക്കണം. മഴ പെയ്തിട്ടേ മേലിക്ക് വെള്ളം തെറിക്കാം. കണ്ടോ ഈ കൊള്ളിയുടെ തറിയുടെ നീളായിട്ട് ഈ അറ്റം വരെ എടുക്കണേ. കിട്ടാൻ ബുദ്ധിമുട്ടാ. അവിടുത്തെ പറക്കിനോട് കൂടിയിട്ട് വലിക്കാം. ഇപ്പം ഇത് നോക്കട്ടെ. 2 പേർക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടേ. നോക്കിയേ എന്ത് ബസ് കൊള്ളിയാ നോക്കിയേ. ഉണ്ടോ ഒന്നുകൂടിയും പറക്കണം. ഒരു ചെറിയൊരു കടപ്പടി നിന്നിരുന്നേ. കണ്ണും കൂടെ തണ്ടുന്നിട്ട് കണ്ടോ. അപ്പൊ അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. പെട്ടെന്ന് എടുത്തും പോയി. അപ്പൊ ഇത്രയും കൊള്ളി നമ്മൾ കാര്യം 2 പേർക്ക് മതി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കൊള്ളിത്തറിയാണ്. ഇനിയിപ്പോ പറമ്പിലേക്ക് വരണം. അപ്പൊ പിന്നെ വന്നിട്ട് അതൊക്കെ വൃത്തിയാക്കാം. അപ്പൊ കുട്ടികൾക്ക് പൂമ്പിക്ക് ഇത് കൊണ്ടുവച്ച് കൊടുക്കട്ടെ. അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണേ. റോഡ് പണി ഇത് അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ഈ പണി സ്ഥലത്തിൻ്റെ അവിടേക്കൊക്കെ ആവട്ടെ ആ പണി. അപ്പം ഞാൻ കാണിച്ചു തരണ്ടേ. ഇവിടെ വരെ എത്താറാവുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് റോഡ് പണി നമുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരാം കേട്ടാ. അപ്പം ഇതോടെ വെച്ചിട്ട് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് മുറം കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഇപ്പം തന്നെ പറമ്പിലേക്ക് പോകണം കേട്ടാ. നമ്മുടെ ഈ ചാമ്പയില്ലേ ചാമ്പക്കായ പൂവ് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടാ. കായ കാണാത്ത പോലെയാ. കായ ഇത്തിരി വലിപ്പം വയ്ക്കുമോ എല്ലാം തിന്നിട്ടു. കുഞ്ഞിത് കൊണ്ടുപോയി. ഇപ്പത്തെ നോക്കി കണ്ട
നല്ല കേട്ടോ, നല്ല വലുപ്പമായിട്ടുള്ളത്. അപ്പം അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. താഴെയുള്ളതൊക്കെ ആദ്യം നിന്നു, ഇതൊക്കെ മുകളിൽ നിന്ന് വീണതാട്ടാ. താഴെ ഒന്നുമില്ലാത്ത പോലെയാ. സൂക്ഷിച്ച് നോക്കിയത് ഒന്ന് താഴെ നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാം താഴെ തിന്ന് കഴിഞ്ഞിട്ട് ഇപ്പം മുകളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാ. കണ്ടോ, നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റൊക്കെയുള്ള നല്ല വലിയ ചാമ്പക്കായ. ഈ വലിപ്പൊന്നും പോരാ, പക്ഷെ അവരെന്തൊരു ബുദ്ധിയാ, താഴത്തേക്ക് തിന്ന് കഴിഞ്ഞ് എത്രത്തോടത്തേക്ക് ആദ്യം തിന്നു. ഇപ്പൊ മോളിന്ന് തിന്നു തുടങ്ങി. നിറച്ചിങ്ങനെ കൊഴിഞ്ഞു കിടക്കും. നമ്മളെ അവിടുത്തെ പറമ്പേ പോവാട്ടാ. അവൻ നമ്മുടെ പേളിക്കുട്ടിയുടെ ഇരിപ്പ് നോക്ക്, ആ കാത്തിരിപ്പ് നോക്ക്. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ തുടങ്ങും ഇരിപ്പ്. ഇതാ പേളിക്കുട്ടി ഇങ്ങോട്ട്. പേളിക്കുട്ടിക്ക് വഴി തെറ്റിയാ? ഇങ്ങോട്ട് വായോ. വഴി തെറ്റിയതല്ല അല്ലേ? അതെന്നിട്ടെന്നറിയോ, നമ്മുടെ പേളിക്കുട്ടിയുടെ ഒരു ശത്രു ഉണ്ട്. ശത്രു എന്ന് പറയുന്നത് ജാനിയിട്ട്, നമ്മുടെ പേളിക്കുട്ടിയുടെ പോലുള്ള ഒരാളാണ്. നമ്മുടെ അവിടുത്തെ പടിയുടെ അവിടെ നിന്ന് 2 വീട് അപ്പുറമുള്ളതാണ്. ഞാൻ പാലൊക്കെ മേടിക്കാൻ പോണ വീട്ടിൽ ചേച്ചിയുടെ എന്താ പറയുക പട്ടിയാണ്, ജാനി എന്ന പേര്. പക്ഷേ ഈ ജാനിയും പേളിക്കുട്ടിയും കണ്ടു ശത്രുക്കളെ പോലെയാണ്. ജാനിക്ക് എന്താണോ പേളിക്കുട്ടിയുടെ തീരെ ഇഷ്ടമില്ല, പേളിക്കുട്ടിക്ക് ജാനിയും ഇഷ്ടമല്ല കേട്ടാ. അപ്പോൾ ഇതാ ജാനി കേട്ടോ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കണേ. ഇത് കണ്ടിട്ടാണ് നമ്മുടെ പേളിക്കുട്ടി ഇതാ നോക്കി നിൽക്കുന്നത് കേട്ടാ. ജാനിയാണെങ്കിൽ അവളെ റോട്ടിലാണല്ലോ, അത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ എന്ന് വെച്ചിട്ട് അവൾ അവിടെ നോക്കിയിരിക്കണ നോക്കിയേ. ഇവർ 2 പേരും എന്തിനാ. പക്ഷെ അംബ്രോസിനും ടൈസിൻ്റെ അടുത്ത് ജാനി വഴക്കിനൊന്നും പോയില്ല, പക്ഷെ പേളിക്കുട്ടിയുടെ അടുത്ത് മാത്രം ജാനി വഴക്കിന് പോട്ടാ. നമ്മുടെ പേളിക്കുട്ടി പാവം, എനിക്കിതൊന്നൊരു വിഷയമല്ല എന്നുള്ള പോലെ എന്തോ ഒരു സാധനം എടുത്തതേക്ക് അടിക്കാനും കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങോട്ട് നടക്കുന്നുണ്ടപ്പോൾ പേളിക്കുട്ടി ഇതാ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഇതാ കണ്ടോ, നമ്മുടെക്കാളും മുന്നോടണല്ലോ. അംബ്രൂസുണ്ണ അങ്ങനെ തന്നെയാണ്, പക്ഷെ അവൻ്റെ ആരോഗ്യം ഇപ്പം അത്രയ്ക്ക് അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ടാണ്, പണ്ട് അവൻ അങ്ങനെ തന്നെയായിരുന്നു. പേളിൻ്റെ അംബ്രൂസും പിന്നെ ദേ അങ്ങോട്ട് പോയി. ഇതാളെന്ന് പറഞ്ഞ പോലെയല്ലേ ഞാൻ കുക്കമ്പർ കാട്ടി വന്നത്. ചെറുതുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരെണ്ണം കാട്ടി വന്നിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പിന്നാലെ 2 എണ്ണം ചെറുതായിരുന്നു. അപ്പോഴേക്കും കണ്ടത് എത്രയും വലുപ്പമായി. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പടവലയ്ക്ക് ചെറിയൊരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ വള്ളി കെട്ടി ഞാൻ തീർത്തേട്ടാ. അപ്പൊ ദേ ഭയങ്കര വിഷമായിരുന്നു. കാരണം ഇപ്പൊ തൊട്ട് നമുക്ക് പടവലങ്ങത്തിന്റെ തൈ മേടിച്ചിരിക്കുമ്പോൾ ഞാൻ പറയാറില്ല, ചെറിയ പടവലങ്ങത്തിന്റെ തൈകളെ കിട്ടാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇതാ വലുതാണ്. അപ്പൊ ഇനി 2 തലയ്ക്ക് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താലേ നല്ല നീളം വരുമല്ലോ. അപ്പൊ അത് ചെയ്യട്ടെ ആദ്യം. ഇത്ര പോന്ന കല്ലെടുത്തിട്ടുണ്ട് കേട്ടാ കെട്ടിടാനായിട്ട്. എന്നിട്ടും എന്താ ചെയ്യണേന്നാണോ, നമ്മുടെ പടവലത്തിന് നല്ല നീളം വെപ്പിക്കണം അംബ്രൂസെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് ചെയ്യണേ. ഇതേപോലെ കല്ല് കെട്ടി നാത്തി തുമ്പത്ത് കെട്ടിട. ഇനി അതേപോലെ അതും കൂടി ചെയ്യട്ടെ. ഞാനൊരു വള്ളി കൊണ്ടുവന്നിട്ട് 2 വള്ളിയും കൂടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കാണാണ്ടായേ. പേളിക്കുട്ടി ഇവിടെ വന്നില്ലേ, ഇവിടെ വന്നിട്ട് ഇടയിൽ വീട്ടിലേക്കൊന്ന് പോയി. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ കുരയ്ക്കണ സൗണ്ട് കേട്ടുട്ടാ. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയി നോക്കും. അങ്ങനെ പോയിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ. അപ്പം ഞാൻ ഈ ഒരു പടവലം കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയിട്ടായിരുന്നു, ചെറിയൊരു പടവലം നിങ്ങൾ കാട്ടിയില്ലേ, ആ പടവലം ഇട്ട് അത് പെട്ടെന്ന് എത്ര വലുതായത്. ഞാൻ ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നന്നായി വലുതാവും. അപ്പോൾ അതുകൊണ്ടാണ് വണ്ണം വയ്ക്കാത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ പലയോട് കറി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കഴിഞ്ഞ വട്ടം ആ ചെറുതാണെങ്കിൽ പൊട്ടിച്ചുകൊണ്ടേത്. അപ്പോൾ അത് നുറുക്കിയപ്പോൾ എന്തൊരു ചള്ള പടവല ഇടുമെന്ന് അറിയോ. അപ്പം നമുക്ക് എപ്പക്കയും വെള്ളയും പൊട്ടിക്കാം. അധികമൊന്നുമില്ല കേട്ടോ. ഈ വട്ടത്തെ മഴയിൽ നമ്മുടെ ഓണത്തിന് പച്ചക്കറി ഒക്കെയും പോയി, അതൊരു സങ്കടമാണ്. പയറിൻ്റെ അവസ്ഥ ഞാൻ നമ്മുടെ വീട്ടിലത്തെ കാട്ടിയിട്ടാട്ടോ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഇതാ ഇത്തിരി വെണ്ടക്കായ ഉണ്ട്, അത് പൊട്ടിച്ചെടുക്കാം.
നല്ല നീളം വരുന്ന ഒരു വെണ്ടക്കായി അത്. ഇതുകൊണ്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കയ്പക്കായും പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല കഴിഞ്ഞതാ. പിന്നെ നമ്മളത് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിപ്പോ ഇങ്ങനെ ചെറുതുകളൊക്കെ ഇങ്ങനെ ഉണ്ടായി കണ്ടപ്പോ തോന്നി വേണ്ട അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിർത്തി കൊടുത്തതാട്ടോ. അപ്പൊ നോക്കിയേ നിറയെ ചെറുതുകളായിട്ട് ഉണ്ടാവുന്നുണ്ട്. കണ്ട മുന്നേ ഉണ്ടായി അത്ര നീളം വരില്ല എന്നുള്ള, എന്നാലും നിറയെ ഉണ്ടാവണുണ്ടേ. നമുക്ക് അടുത്തൊരു കയ്പേമ കായ ആയി വരെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇത് പൊട്ടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അത് പൊട്ടിച്ചെടുക്കാം. നീളം കുറഞ്ഞു, കയ്പക്കായുടെ നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓണക്കല അവിയലിലേക്കൊക്കെ ചെറിയ കയ്പക്കായും അതേപോലെ തന്നെ കയ്പക്കായും കായക്കും കൂടി വെക്കാമല്ലോ, ചെറിയ ഉപ്പേരി. ഇതൊന്നും പൊട്ടിക്കണില്ല, ഈ കവറിട്ട് വയ്ക്കട്ടെ. ഈ ഒരു കയ്പക്കായും കൂടി പൊട്ടിച്ചെടുക്കാം. ഇത് പക്ഷെ കുറച്ചുകൂടി നീളം വരുന്നു തോന്നുന്നുണ്ട്. അത് നിർത്താം നമുക്ക്. കണ്ട ഇത് നല്ല നീളം എൻ്റെ കയ്പക്കായ ആയിരുന്നത്. അപ്പോൾ കണ്ടിട്ട് കുറച്ചുകൂടി നീളം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കണില്ല കേട്ടാ. ഇതിനുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്നും ഇതേപോലെ കുറേശ്ശെ പച്ചക്കറികളൊക്കെ കിട്ടുന്ന കാരണം നമുക്ക് ഓണത്തിന് കറി വയ്ക്കാനുള്ള പച്ചക്കറി ഉണ്ട് കേട്ടാ, ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഓരോ ദിവസത്തേലും നീക്കി വെച്ചിട്ട്. ഇനി നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കട്ടാ. പേളിക്കുട്ടിക്ക് എടുക്കണോക്കെ ഞാൻ എന്താ പറയാ കൊള്ളി പറിച്ചിട്ട് ഇട്ടിട്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് അവിടെ നിന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചതാ. ഇതിപ്പോൾ ഞാൻ അവിടെ എടുക്കല്ലേ, അപ്പം ഇനിയിപ്പോൾ അത് വൃത്തിയാക്കണില്ല, അവിടെ എടുക്കട്ടെ കേട്ടാ. പാവം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചു അവിടെ കിടന്നു. എന്താ പറയുക, ഒരു പ്രത്യേക സ്വഭാവമാട്ടോ പേളിക്കുട്ടിയുടെ. ഭയങ്കര എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവളുടെ എല്ലാ കാര്യങ്ങളും. ഇത് നോക്കിയേ, നമ്മൾ മുളക് നട്ടു കൊടുത്തിട്ടാ. കണ്ടോ, ഇതെല്ലാം മുളകും തൈകളാണ്. ഈ കട്ട ഫുള്ള് മുളകും തൈകളാണ്. മഴ പെയ്യുമ്പോഴേ മണ്ണ് തെറിച്ചിട്ടേ ഈ കുക്കുമ്പർ പൊട്ടിക്കാറായിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളിനി വീട്ടിൽ പോവാണ് കേട്ടാ. പിന്നെ നമ്മുടെ എന്താ പറയുക നിത്യവഴുതനങ്ങ ഞാൻ ഇന്ന് പൊട്ടിക്കണില്ല, നാളെ മറ്റന്നേക്ക് വന്നിട്ട് പൊട്ടിക്കാം. എന്നും പൊട്ടിക്കേണ്ടതാണ്, പക്ഷെ ഇന്നലെ ഞാൻ വന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇന്നും നോക്കിയാൽ കിട്ടും, പക്ഷെ നാളെ ഇങ്ങനെ വന്ന് പൊട്ടിക്കാം. നാളെ പൊട്ടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നാളെ ഓണമല്ലേ. അപ്പൊ ചിലപ്പോ ഉള്ളത് നോക്കി പൊട്ടിക്കണ കുറച്ച് പൊട്ടിക്കാം. ചിലപ്പോ നാളെ എത്താൻ പറ്റിയില്ലെങ്കിലോ, ഓണൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോകില്ലാവുമ്പളേ. ഇന്നലെ പൊട്ടിച്ച കാരണം അധികം ഇല്ല, എന്നാലും പിന്നെ എന്നൊന്ന് പറയണ പോലെ അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കണതാണ് നിത്യവഴുതനങ്ങ. ഞാൻ പറയാറില്ലേ നിത്യവഴുതനങ്ങ നമുക്ക് ഉണ്ടെങ്കിൽ കറിക്ക് ക്ഷാമം ഉണ്ടാവില്ല എന്ന്, അതേപോലെയാ. അപ്പൊ ഇതാ എത്ര നിത്യവഴുതനങ്ങ പൊട്ടിച്ചുട്ടാ. ഇനി നമ്മുടെ പാഷൻ ഫ്രൂട്ട് നോക്കട്ടെ. പാഷൻ ഫ്രൂട്ട് കിളികൾ കൊണ്ടുപോകല്ല, വെറുതെ കടിച്ചിട്ടാണ്. എങ്കിലും നമുക്കൊരു 4 നോക്കിയിട്ടേ പൊട്ടിച്ചു കൊണ്ടുപോവാം. ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് ഇതേപോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടില്ല, കാരണം നന്നായി പഴുത്തിട്ട് കണ്ടോ ഇതേപോലെയാണ്, ഇങ്ങനെ കടിച്ചിടാണ്. അപ്പം ഞാൻ എല്ലാ വട്ടം ചെയ്യണ പോലെ തന്നെ വരും, ഒരു അത്യാവശ്യം ഒരു കളർ മാറി നോക്കിയിട്ട് പൊട്ടിച്ച് കൊണ്ടുപോകും. അതാണ് ഇപ്പം ചെയ്യണേ.
അപ്പൊ പിന്നെ നമ്മൾ കഴിക്കുമ്പോഴേ ആ മധുരം അറിയണില്ല, നല്ല പുളി രസം പോലെ എന്നാലും കഴിക്കാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. എനിക്കിപ്പോ ഒരു 4 തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടാ. ഞാൻ കൂടുതലുണ്ടെങ്കിൽ പൊട്ടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും മൂത്തിട്ടില്ല. അപ്പൊ ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടും കാര്യമില്ല, ആ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നാളെ വരുമ്പോഴോ ഇവര് വീണ്ടും അതിലത്തെ ഉള്ള വലുത് നോക്കിയിട്ട് കടിച്ചിടും ചെയ്യും. അങ്ങനെയാണ്. അവിടെ ഒരെണ്ണം നിൽക്കണ്ടല്ലോ, വലിയ കുഴപ്പമില്ലാത്തത്, പൊട്ടിക്കട്ടെ. അപ്പൊ നമുക്ക് പോവാൻ ബ്രോ വീട്ടിയെ. വരാം ബ്രോ. അപ്പൊ നമ്മളിതാ ഇന്നിപ്പോ ഇത്രയും സാധനങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തോണേ. ഇനി നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് പോയിട്ട് ഞാൻ നമ്മുടെ പയറിനെ കാട്ടിത്തരാട്ടാ. നമ്മൾ ഓണത്തിന് ഓണപ്പയർ കിട്ടുമെന്ന് വിചാരിച്ച പയർ. ഇപ്പൊ നോക്കിയ റോഡ് കാണാൻ നല്ല ഭംഗിയില്ലേ, പണി നടക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ബാക്ക് സൈഡ് എല്ലാതും ടൈല് വിളിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, കുറച്ചും കൂടി വഴി ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ ഇതാണ് നമ്മള് അത്രയും പ്രതീക്ഷയിൽ വളർത്തി കൊണ്ടത് നമ്മുടെ പയർ, അതായത് ഓണപ്പയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളർത്തി കൊണ്ടതായിരുന്നു. കൃത്യം ഈ സമയത്ത് നമുക്ക് പയർ പൊട്ടിക്കാൻ കിട്ടിയാണ്. പക്ഷെ കിട്ടാതെ പോയത് ആ വലിയ മഴയാണ്. ആ മഴയത്ത് നമ്മുടെ പയറൊക്കെ ഇങ്ങനെയായി. കാരണം ആ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പൂവിട്ടു, പക്ഷെ അതൊക്കെ ആകെ കൊഴിഞ്ഞ് പോയി, ആകെ അങ്ങനെ ഉറക്കെ പിടിച്ചു. ഇപ്പോഴും ഇത് ആ പൂവൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കാര്യമില്ല. ആ തുടക്ക സമയത്ത്, ആ പൂവിട്ട സമയത്തായിരുന്നു ഞാനപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പയർ നടുന്ന സമയത്ത് തന്നെ ഞാൻ നടണത് തൊട്ട് ഇതിനിങ്ങനെ തിരി നീട്ടി വടി കുത്തി കൊടുക്കണ വരെ ഓരോ ദിവസവും നമ്മുടെ വീഡിയോയിൽ അതങ്ങനെ കാണിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മഴ പെയ്തതും ആ മഴയത്ത് നമ്മുടെ പയർ നിൽക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു പക്ഷെ അതിന് അങ്ങോട്ട് ഉഷാറായിട്ട് വരുന്നു, വന്നില്ല കേട്ടാ. അപ്പം അത്രയും പ്രതീക്ഷിച്ചിട്ട് വളർത്തുന്ന എന്താ പറയുക, പയർ കിട്ടും നമുക്ക്. ഓണത്തിനൊരു ഉപ്പേരി നമ്മുടെ വീട്ടിലത്തെ പച്ചപ്പയർ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു വിഷമം തോന്നണതേ. പിന്നെ നോക്കിയാൽ നമ്മുടെ എന്താ പറയുക, കൂർക്കയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഉഷാറില്ല. എത്ര മഴ പെയ്തിട്ടും നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടേക്കും പയർ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടാ. ആ സ്ഥലത്തേക്ക് നമ്മളിതാ വഴുതനങ്ങ തൈ അങ്ങനെയുള്ള തൈകളൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ വെണ്ടത്തേക്ക് ഉഷാറുണ്ട്. ആ മഴയത്തൊക്കെ ഇങ്ങനെ പിടിച്ച പോലെ നിന്നിരുന്നത്, പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഒരു ഉഷാറായിട്ട് വന്നതാ. സിമ്പുട്ടനെ നമ്മളിതവിടെ പുല്ലില്ല കൊണ്ടിട്ടുള്ളൂ കേട്ടാ. പിന്നെ അവനെ പുറത്തേക്ക് ഇറക്കിയാലേ നമ്മൾ നോക്കിയിരിക്കണം, കാരണം ഒരു കണ്ണ് തെറ്റി അവൻ ഒരൊറ്റ ഓട്ടോടും. കാരണം അവൻ മുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ടൈസനും അംബ്രൂസും ഒക്കെ നടക്കുന്ന കാണാനുണ്ടല്ലോ, ആ ലക്ഷ്യം വെച്ചിട്ട്. പക്ഷെ അവൻ തിരിച്ചറിയാൻ അറിയില്ല. ആള് ഇതിൻ്റെ റോട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മണം പിടിച്ചിരിക്കും. നമ്മൾ നോക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പോടും. ഇതേ പോണ് എന്താ സിമ്പുട്ട്, നീ വാലാട്ടി എന്നെ പറ്റിക്കരിക്കോട്ടെ സിമ്പുട്ടാ. അപ്പം ഞാൻ വേഗം അകത്തോണ്ടിടും. ഇവനെ ഭയങ്കര വില്ലനാണേ. നമ്മൾ നോക്കണ്ടോന്ന് നമ്മളെ മുഖത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് നമ്മൾ നോക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഓട്ടാണ്, നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ കിട്ടില്ല. അങ്ങനൊരു സ്വഭാവം ഉണ്ടവനെ. അമ്മയുടെ പട്ടാളം. അമ്മ ഇപ്പൊ പോയിട്ട് വരാം. നല്ല കുട്ടികളെ എൻ്റെ ഇവിടെ ഇരുന്നോളാം കേട്ടോ. ഇപ്പൊ വരണ്ടേ? കേട്ടല്ലോ, വരണ്ടേ കേട്ടോ. നല്ല മക്കളായിട്ട് ഇരുന്നോളോ. പറഞ്ഞു പോവാണെങ്കിൽ അവർ നല്ല കുട്ടികളായിട്ട് ഇരുന്നോളൂ. ഇതേ അമ്മേനെ ഇവിടെ നിർത്താം. അമ്മ സ്നേഹം കണ്ട. അപ്പൊ നമ്മുടെ കട്ട വിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാട്ടാ. അപ്പൊ ഇതാ നമ്മുടെ റോഡ് പണി കേട്ടാ. അപ്പോൾ റോഡ് പണി നമ്മുടെ അവിടുത്തെ പറമ്പിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഇതാ നമ്മുടെ പണിസ്ഥലം വരെ ആയിട്ടുണ്ട്. പിന്നെ ഈ ചെളി കേട്ടാ, ഇതിപ്പോ മഴ പെയ്യണ കാര്യം നല്ല ചെളി കെട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഈ മെറ്റൽ വിരിച്ചിട്ട് ഇതാ പണിസ്ഥലം വരെ ആയിട്ടുണ്ട്. പക്ഷെ ടൈല് വിരിക്കലും ഇതേ ആ ഒരു ഭാഗം വരെ ആയിട്ടുണ്ട്. അപ്പൊ വേഗം ടൈല് വിരിക്കലൊക്കെ കഴിയുന്നുണ്ട് കേട്ടാ. പിന്നെ ഓണാകുമ്പോഴേക്കും കഴിയില്ലാന്ന് തോന്നുന്നുണ്ട്, കാരണം നാളെ ഉത്രാടായി, പിന്നെ തിരുവോണായില്ലേ. ഇന്ന് ഞാനുണ്ടല്ലോ പരിപ്പ് പായസമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതാ തീ കത്തിച്ച് ഒരു ഉരുളി അടപ്പത്തേക്ക് കയറ്റാട്ടാ. ഉരുളി ഉണ്ടല്ലോ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഉരുളി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടാ.
നെയ്യ് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം നമുക്കിതാ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ വറക്കണം കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങിയപ്പോൾ നമ്മളിതാ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരണം കേട്ടോ. മുന്തിരിക്ക് ഇതാ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ നടു പൊളിച്ചിട്ട് 4 കഷ്ണങ്ങളാക്കിയിട്ടും ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഉരുളിയിൽ നെയ്യുണ്ട്. ഈ നെയ്യ് ഇതിലിരുന്നോട്ടെ. ഇതിൽ കൂടെയാണ് നമ്മുടെ പരിപ്പൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള പരിപ്പാണ് കേട്ടോ. ഈ കുറവിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കൂടുതൽ തീയിൽ വെക്കരിക്കോ, അപ്പോൾ പെട്ടെന്ന് ഓരോ ഭാഗം കരിഞ്ഞേക്കും പോയിട്ട് പരിപ്പിൻ്റെ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എപ്പോഴും തീ കുറവിൽ തന്നെ വെച്ചിട്ട് ഓരോ അളവിൽ ചൂട് ഒരളവിലാക്കിയിട്ട് നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പായസത്തിൻ്റെ ആ ടേസ്റ്റൊക്കെ പോവും. അരക്കിലോ പരിപ്പാണ് നമ്മൾ പായസം വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. നോക്കിയേ, നമ്മുടെ പരിപ്പ് ഇതാ ഇതേപോലെ കണ്ട ചെറിയൊരു കളറൊന്നിങ്ങനെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പരിപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ ഈ വറുത്തെടുത്ത പരിപ്പുണ്ടല്ലോ, നമുക്കിതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പരിപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതായത് പരിപ്പിൻ്റെ മുകളിലേക്ക് നിന്നോട്ടെ കേട്ടോ. ഇതേപോലെ അതായത് പരിപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് മുകളിലായിട്ട് വെള്ളം നിന്നോട്ടെ. നമുക്കിതാ മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതൊരു 3 വിസിൽ കേട്ടോ. സ്പീഡിൽ തന്നെ 3 വിസിൽ വന്നോട്ടെ. വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് തുറക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ബെല്ലം ഉരുക്കണം. അപ്പോൾ ഞാൻ 1/2 കിലോ പരിപ്പിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബെല്ലം എന്ന് പറയുന്നത് 1 കിലോ ബെല്ലാണ്. അപ്പോൾ ഇതാ അത് ഉരുക്കിയെടുക്കാം. 1 കിലോ ബെല്ലം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം നമുക്ക്. നമ്മുടെ നോക്കിയേ ബെല്ലം നമ്മളിതാ ഇതേപോലെ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒപ്പം നോക്കി ഞാൻ ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വിസിൽ വന്ന് അപ്പം തന്നെ തുറക്കണമെന്ന്. അപ്പം നോക്കി നമ്മുടെ പരിപ്പ് ഇതാ ഇതേപോലെയാണ് വെന്ത് കിട്ടേണ്ട. ഉടയെടുത്ത് കേട്ടോ ഇതേപോലെ. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മൾ ഉരുളി അടപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഉരുളി ഇതാ ചൂടായി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച് നമ്മുടെ ബെല്ലം ഉണ്ടല്ലോ ഇതാ അരിച്ചൊഴിക്കാട്ടെ. നമുക്ക് ബെല്ലത്തിലൊക്കെ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബെല്ലം ചൂടായിരിക്കണ കാരണം തന്നെ ഉരുളിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇതേ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചതുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ശർക്കര പാനിയിൽ നമ്മുടെ പരിപ്പ് ഉണ്ടല്ലോ ഒന്ന് വിളയിച്ചെടുക്കണ പോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പരിപ്പ് നോക്കിയാൽ നമ്മുടെ ബെല്ലത്തിലൊക്കെ കിടുന്നതേ ഒന്ന് കണ്ട ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഗ്ലാസ്
രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ കൂടി ഒരുമിച്ചിട്ടാണ്. മൂന്നാം പാല് വേറെ തിരിച്ചെടുത്തിട്ടില്ല. അങ്ങനെ 8 ഗ്ലാസ് ഉണ്ട് നമ്മൾ രണ്ടാം പാലായിട്ട് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 3 വട്ടമായിട്ട് നമ്മൾ രണ്ടാം പാൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ കട്ടിയാക്കി എടുക്കണം. നല്ല കട്ടും പാടില്ല. മൂന്ന് നാളികേരമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 നാളികേരത്തിൻ്റെ ആദ്യം ഒന്നാം പാൽ നമ്മൾ നീക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞ മുന്നേ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ നമ്മൾ എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു നുള്ളുപ്പിട്ടാ ഉപ്പ്, അതായത് നമ്മൾ പറയുമല്ലോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു വെറുതെ ഇട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അത്രയും പേരിനൊരു നുള്ളുപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, നമ്മൾ പാലൊഴിച്ചിട്ട് അതേപോലെ ആയി വന്നപ്പോൾ നമ്മളിത് വീണ്ടും പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊരു കട്ടിയായിട്ട് വരുമ്പോൾ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ ഒരു ഇത്തിരിയോളം നമ്മുടെ ഏലക്കായപ്പൊടി അതേപോലെ ജീരകപ്പൊടി ഇട്ടാ. അപ്പോൾ ഏലക്കായപ്പൊടി ഇടണം നിർബന്ധമില്ല, കാരണം ഫ്ലേവറോടൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഒരിക്കലും ഏലക്കായയുടെ പൊടി മുന്നിൽ നിൽക്കരുത് ആ ഒരു ടേസ്റ്റിൽ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏലക്കായപ്പൊടി ജീരകപ്പൊടിയും കൂടിയിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതാ രണ്ടാം പാല് 3 വട്ടമായിട്ട് നമ്മൾ ഒഴിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇതാ ലാസ്റ്റ് കേട്ടാ. ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ, കാരണം ഇത്തിരി അളവിലെടുത്താൽ മാത്രമാണ് നമുക്കിത് ചൂടാറി വരുമ്പോഴേ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. നോക്കി നമ്മൾ ഇതേപോലെ കണ്ട ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ ഒന്നാം പാൽ ഇതാ 1 ഗ്ലാസിൻ്റെ അടുത്തേക്ക് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി തീ കത്തിക്കില്ല. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യും. പിന്നെ നമ്മുടെ പായസം റെഡി നോക്കിയേ. ഇപ്പം ഞാനൊരു എന്താ ഇത് എടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ കേട്ടാ. അപ്പോൾ ഇത് നമുക്കത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഈ ഒരു അളവിൽ എണ്ണ എടുക്കണം. നല്ല കട്ടിയായി കുടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു അളവിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വലിച്ച് കുടിക്കാവുന്ന ഒരു കട്ടിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതിട്ടെടുക്കും. പായസം റെഡി. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചായട്ടിന് വിളിക്കട്ടെ കേട്ടാ. ഞങ്ങളുടെ ഓണത്തിൻ്റെ പായസട്ടാ. ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാലേ ഞങ്ങൾ ഇന്ന് പൂരാടല്ല നാള് അച്ഛൻ്റെ പിറന്നാള് പൂരാടാണ്. അപ്പോൾ എല്ലാ കൊല്ലം ശരിക്കും ആ സമയത്ത് എന്നും പായസം വയ്ക്കുക. അച്ഛൻ തന്നെ വയ്ക്കാറ്. അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അത്ര ഇതായിട്ട് ആഘോഷിക്കാറില്ല. പിന്നെ അപ്പം ഇന്ന് എല്ലാവരും പരിപ്പ് പായസം ഒന്ന് വെച്ച് നോക്കിയോളോ. അച്ഛനായിരിക്കും പാടെ അപ്രധാനം വയ്ക്കാറ്. നോക്കട്ടെ, അടിപൊളിയാ അല്ലേ? സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. സൂപ്പർ സാധനമാണ്. അപ്പോൾ നിർത്തല്ലേ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആവണം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ. പിന്നെ ഞങ്ങളിതാ ഒരു ഫിലിം കാണാൻ വന്നു കേട്ടോ. നമ്മുടെ നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നു. ഫിലിം കണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് തോന്നിയൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് മാളിലായിരുന്നു ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടി വന്നത്. അതായത് അവിടെ പൂക്കള മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പൂക്കളത്തിലും
കാണാനായിട്ട് പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഷോ ഏതാണോ ആ ഒരു ഷോ കാണാനാണ് ഞങ്ങൾ എപ്പോഴും തിയേറ്ററിൽ പോകാറ്. കാരണം നമ്മുടെ സമയം കാര്യങ്ങളൊക്കെയും ആ ഒരു സമയത്താണ് നമുക്ക് കാണാൻ സൗകര്യം. അതുകൊണ്ടാണ് കേട്ടോ ആ സമയത്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു തിരക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. അതാണ് ഏറ്റവും എന്താ പറയുക ഓണൊക്കെ ആയിട്ട് കിട്ടിയിട്ട് അടുത്തൊരു സർപ്രൈസ് എന്ന് പറയുന്നത് അതും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ കൂടുതൽ നേരം ചിലവഴിച്ചെന്ന് പറയുന്നതായിരിക്കും നല്ലത്.